ആ ഒരു നല്ല മൊമെന്റ്സിന്, ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല മൊമെന്റ്സിന് താങ്ക് യു പറയാം. ആൻഡ് ഐ ലവ് യു. താങ്ക് യു പറയണം. അതായത് കുറെ ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോയിട്ട് ഇപ്പോൾ നമുക്ക് ആ ജോലിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് അല്ലെ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ ഡ്രീം ജോബ്, ഹെൽത്ത്, വെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഹോപ്പണോപ്പണ പ്രയർ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറുപ്പം മുതൽ ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴത്തെ നമ്മളുടെ കറന്റ് റിയാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോപ്പണോപ്പണോ വീഡിയോയുടെ പാർട്ട് 2 ആണ്. അതായത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹോപ്പണോപ്പണോ ടെക്നിക്ക് എന്താണ്, അതെങ്ങനെയാണ് മെന്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരെ ഹീൽ ചെയ്യാനായിട്ട് ഡോക്ടർ ഹ്യൂലൻസ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രയർ തന്നെയാണ് ഹോപ്പണോപ്പണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ ഡ്രീം ജോബ്, ഹെൽത്ത്, വെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഹോപ്പണോപ്പണ പ്രയർ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് താമസിച്ചുപോയ വീഡിയോ, എല്ലാവരും ക്ഷമിക്കുക, കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഹോപ്പണോപ്പണോ പ്രയർ എങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് എന്താണ് സീറോ ലിമിറ്റ് എന്ന് പറയുന്ന ബുക്ക്, അതിലെന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സീറോ ലിമിറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഹ്യൂലൻസ് എഴുതിയ ഒരു ബുക്കാണ്. ഹോപ്പണോപ്പണോ പ്രയറിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ്. അപ്പൊ അതിലെ കീ കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സീറോ ലിമിറ്റ് എന്ന് പറയുന്ന ബുക്കിന്റെ ആ ഒരു പേരിന്റെ മീനിങ് എന്ന് പറയുന്നത്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറുപ്പം മുതലേ ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു കാര്യങ്ങളെ എല്ലാം റിമൂവ് ചെയ്ത് അതൊക്കെ ഏത് അവസ്ഥയിലാണോ സീറോയിലേക്ക് എത്തുന്നത്, അതാണ് ഈ സീറോ ലിമിറ്റ് എന്ന് പറയുന്ന ബുക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നെഗറ്റീവ് സബ് കോൺഷ്യസ് മൈൻഡ് ബിലീഫ്സിനെ എല്ലാം സീറോയിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു സീറോ സ്റ്റേറ്റ് നമ്മളുടെ മൈൻഡ് അച്ചീവ് ചെയ്താൽ ആ സമയത്ത് നമ്മളെ ലീഡ് ചെയ്യുന്നത് ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെ ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ നമ്മളെ ലീഡ് ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫോഴ്സ്ഫുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരാനും ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താനും തുടങ്ങും. ഇനി സീറോ ലിമിറ്റ് എന്ന ബുക്കിലെ കീ ലെസൺസ് എന്തൊക്കെയാണെന്ന് പറയാം. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള എല്ലാ റിയാലിറ്റീസും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ആസ്പദമാക്കിയായിരിക്കും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെറുപ്പം മുതൽ ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴത്തെ നമ്മളുടെ കറന്റ് റിയാലിറ്റി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു പുതിയ റിയാലിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് കടക്കാൻ. നമ്മുടെ മനസ്സിലുള്ള ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സിനെ എല്ലാം തന്നെ റിമൂവ് ചെയ്യാനും നമ്മുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യാനുമാണ് ഹോപ്പണോപ്പണോ പ്രയർ യൂസ് ചെയ്യുന്നത്. ഡോക്ടർ ഹ്യൂലൻസിന്റെ കാര്യം തന്നെ എടുത്താൽ, അദ്ദേഹത്തിന്റെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം, അവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം അദ്ദേഹം സ്വയം ഹീൽ ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമ്മൾ സ്വയം ഹീൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടുകൾ മാറും എന്നർത്ഥം. ഇനി നമുക്ക് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അതായത് ജോലി, ഹെൽത്ത്, വെൽത്ത്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രയർ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹോപ്പണോപ്പണോ പ്രയറിന്റെ ഫ്രേസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 ഫ്രേസസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. നിങ്ങളൊരു ഐഡിയൽ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജോബ് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ, ഞാൻ ഇനി പറയാൻ പോകുന്ന രീതിയിൽ ഹോപ്പണോപ്പണോ പ്രയർ ചാൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ജോലിക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ട്സും അല്ലെങ്കിൽ ആ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകളും ഒക്കെ മനസ്സിലുണ്ടായിട്ടോ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് സോറി പറയാം. അതായത് ഐ ആം സോറി ഫോർ ദ പാസ്റ്റ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അതായത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഈ ജോലിയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സോറി പറയുന്നത്. രണ്ടാമതായിട്ട് ഫോർഗീവ് മീ, ക്ഷമിക്കണം. എന്തിനെക്കുറിച്ചാണ് ക്ഷമിക്കണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ജോലിയിൽ എത്താൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ ഡൗട്ട്സിനെയാണ് നമ്മൾ ഫോർഗീവ് ചെയ്യാൻ പറയുന്നത്. ഇനി താങ്ക് യു പറയണം. അതായത് കുറെ ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോയിട്ട് ഇപ്പോൾ നമുക്ക് ആ ജോലിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ താങ്ക് യു പറയേണ്ടത്. എന്റെ അടുത്തേക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എത്തിച്ചതിന് താങ്ക് യു, ആൻഡ് ഐ ലവ് യു, മൈ ഡ്രീം ജോബ്. അങ്ങനെ പറഞ്ഞ് നിർത്തുക. ഈ ഒരു രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളൊരു ഇന്റർവ്യൂവിനോ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാനോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോപ്പണോപ്പണോ പ്രയർ പറഞ്ഞ് നിങ്ങളെ സ്വയം ഹീൽ ചെയ്തിട്ട് പോവുക. അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഡ്രീം ഹോം, നിങ്ങൾക്ക് ഒരു ഡ്രീം ഹൗസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ എനർജി അപ്പോഴും നിങ്ങൾ ക്ലീൻ ചെയ്യണം.
നിങ്ങൾ സോറി പറയുക, ഫോർഗീവ് പറയുക, താങ്ക് യു, ഐ ലവ് യു ഇതെല്ലാം പറയുക. അതിനോടൊപ്പം മണിയുമായിട്ട് ബന്ധപ്പെട്ട പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവിടെ ചേർക്കുക. കാരണം ഒരു വീട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണവും കൂടി വേണം അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഹോപ്പണോപ്പണോ പ്രെയർ യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ ബോഡിയെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതാണല്ലോ ഡോക്ടർ ഹ്യൂ ലാൻസ് അദ്ദേഹം ആദ്യം ചെയ്തത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വരിക എന്നാണ് ഇവർ ബിലീവ് ചെയ്തിരുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി തന്നെ ആദ്യം സോറി പറയുക. എന്റെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് എനിക്ക് സോറി തരിക. പിന്നെ ഫോർഗീവ് ചെയ്യേണ്ട കാര്യം, എന്റെ ഹീലിംഗ് പ്രോസസ്സിൽ ഞാൻ ഫുൾ ആയിട്ട് വിശ്വസിച്ചില്ല, അതിന് എന്നോട് ഫോർഗീവ് ചെയ്യുക. താങ്ക് യു ഫോർ എന്നെ ഇപ്പോഴും ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കുന്നതിന്. ഇനി ഐ ലവ് മൈ ബോഡി അങ്ങനെ പറയാം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐ എം സോറി, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഏത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടെങ്കിൽ സോറി പറയുക. ഇനി അതല്ല, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പ് ആണെങ്കിലും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അവിടെയും ഈ ഹോപ്പണോപ്പണോ പ്രെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സോറി പറയുക. ഫോർഗീവ് മീ, അതും നിങ്ങൾ ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങൾ ഫോർഗീവ്നെസ് ചോദിക്കുന്നത് അല്ലെ. സോ അതിന് ഫോർഗീവ് പറയാം. ഈ ഒരു വ്യക്തിയെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് ഇത് ചെയ്യാം. പിന്നെ താങ്ക് യു പറയാം അല്ലെ. ആ ഒരു നല്ല മൊമെന്റ്സിന്, ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല മൊമെന്റ്സിന് താങ്ക് യു പറയാം. ആൻഡ് ഐ ലവ് യു അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ വല്ലാതെ ടെൻസ്ഡ് ആണ്, നിങ്ങൾക്ക് വളരെ സ്ട്രെസ് ഒക്കെ തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്നർ പീസിന് വേണ്ടിയും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹോപ്പണോപ്പണോ പ്രെയർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറുതെ ചാന്റ് ചെയ്യുക, വളരെ ഫീൽ ചെയ്ത്, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ഫീൽ ചെയ്ത് വേണം പറയാൻ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അങ്ങനെ നമുക്ക് ചാന്റ് ചെയ്യാവുന്നതാണ്. 108 തവണ ഒരു ദിവസം ചാന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. ഇനി അത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്രയും തവണ ചാന്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ ഹോപ്പണോപ്പണോ പ്രെയർ ഒരു ഡെയിലി ഹാബിറ്റ് ആക്കി മാറ്റാമെന്ന് നോക്കാം. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും തന്നെയാണ് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം മാത്രം നിലത്തേക്ക് കാല് ചവിട്ടുക എന്ന് ഞാൻ പറയും. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡിന് ശേഷം നിങ്ങൾക്ക് ഹോപ്പണോപ്പണോ പ്രെയർ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് കിടക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ ഡിസിഷൻസ്, ബിഗ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്ക് അർജന്റായിട്ട് എടുക്കേണ്ട വരുന്ന സമയത്തൊക്കെ ഹോപ്പണോപ്പണോ പ്രെയർ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകാനും ക്ലാരിറ്റിയോടുകൂടി ഒരു തീരുമാനം എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഹോപ്പണോപ്പണോ പ്രെയർ നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹോപ്പണോപ്പണോ പ്രെയറും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോപ്പണോപ്പണോ ജേണൽ തന്നെ കയ്യിൽ വെക്കാവുന്നതാണ്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുന്ന ഒരു ബുക്കുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടെങ്കിൽ അതിൽ ഹോപ്പണോപ്പണോ പ്രെയർ എഴുതി പ്രാർത്ഥിക്കാവുന്നതുമാണ്. ഹോപ്പണോപ്പണോ പ്രെയർ ശരിക്കും നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരുന്നത്. കാരണം നിങ്ങളെയാണ് നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിസ്റ്റൻസ്, തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറി നിങ്ങൾ ഒരു മിറക്കിളിലേക്ക് നിങ്ങളെ ഓപ്പൺ ആക്കുന്ന ഒരു വേ കൂടിയാണ് ഹോപ്പണോപ്പണോ പ്രെയർ. നിങ്ങൾക്ക് അനായാസമായിട്ട് ഹാപ്പിനെസ്, വെൽത്ത്, ഹെൽത്ത് എല്ലാം തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഹോപ്പണോപ്പണോ പ്രെയർ കൊണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഹോപ്പണോപ്പണോ പ്രെയർ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.